വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് അപകടത്തിൽപ്പെട്ടു. ഇലവുങ്കലിന് സമീപം ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടം സംഭവിച്ചത്. ശബരിമല ദർശനം കഴിഞ്ഞു മടങ്ങിയ തഞ്ചാവൂർ സ്വദേശികൾക്കാണ് അപകടമുണ്ടായത്. വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, എത്രത്തോളം ഗൗരവമുള്ള ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്? വലിയ തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആളുകൾ ഉണ്ടോ? ഇവരെ എവിടെയൊക്കെയാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്? കമലേഷ്, തലനാരിഴയ്ക്കാണ് ഒരു വലിയ ദുരന്തം ഇല്ലാതായിരിക്കുന്നത്. അതായത് 64 യാത്രക്കാരുമായി, അതായത് തീർത്ഥാടകരുമായി ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങി വന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽപ്പെട്ട സ്ഥലത്തെക്കുറിച്ച് പറയാം. അതായത് നിലയ്ക്കലിനും അതുപോലെ തന്നെ നാറാണംതോടിനും ഇടയിൽ ഇലവുങ്കൽ നിന്നും എരുമേലിയിലേക്ക് പോകുന്ന പാതയിൽ കുറെ ദൂരം നല്ല വളവും അതുപോലെ തന്നെ ഉൾവനവുമാണ്. ഈ ഒരു വളവിൽ വെച്ചാണ് ബസ് പെട്ടെന്ന് തെന്നിമാറി നിയന്ത്രണം വിട്ട് 20 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞത്. ഇതേ തുടർന്ന് ബസ്സിനകത്തുണ്ടായിരുന്ന 64 പേർക്കും പരിക്കേറ്റു. അതിനകത്ത് 9 കുട്ടികളുണ്ടായിരുന്നു. നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ 37 പേരും, കോട്ടയം മെഡിക്കൽ കോളേജിൽ 9 പേരും, ഒരു കുട്ടി ഉൾപ്പെടെ അവിടെ ചികിത്സയിലാണ്. ഇതിൽ ഡ്രൈവർക്കും അതുപോലെ തന്നെ മറ്റൊരാൾക്കും ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുണ്ട്. ഡ്രൈവർക്ക് തലയ്ക്കും അതുപോലെ തന്നെ തോളലിനുമാണ് ക്ഷതമേറ്റിരിക്കുന്നത്. കൈകാലുകൾക്കും ഒടിവുണ്ട്. അപകടത്തിൽപ്പെട്ട എല്ലാവർക്കും ഇത്തരത്തിൽ തലയ്ക്കും കൈകാലുകൾക്കുമാണ് മുറിവ് പൂർണ്ണമായി ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ ബസ്സിനകത്ത് 64 യാത്രക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇവർ തഞ്ചാവൂർ സ്വദേശികളാണ്. ഇന്നലെയാണ് ശബരിമല ദർശനത്തിനായി ഇവര് എത്തിയത്. നിലയ്ക്കലിൽ ബസ് പാർക്ക് ചെയ്തതിനു ശേഷം ശബരിമല ദർശനം കഴിഞ്ഞ് നിലയ്ക്കലിലെത്തി വീണ്ടും എരുമേലിയിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു അപകടം സംഭവിച്ചത്. ഇവിടെ നിന്നും, അതായത് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും എരുമേലിയിലേക്ക് ഏകദേശം 30 കിലോമീറ്റർ മാത്രമാണ് ഉള്ളത്. സാധാരണഗതിയിൽ തമിഴ്നാട് ഉൾപ്പെടെയുള്ള ആന്ധ്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും തീർത്ഥാടകർ വരുന്നത് ഇങ്ങനെയാണ്, ഈ വഴിയാണ്. ഇതൊരു 15 വർഷം മുമ്പാണ് ഇത്തരത്തിലൊരു പാത ഉദ്ഘാടനം ചെയ്തതും ഈ പാതയുള്ളതും. ഇനി അപകടം നടക്കുന്നത് ഉച്ചയ്ക്ക് 1:30 മണിക്കായിരുന്നു. അപകട സമയത്ത് നാട്ടുകാരും അതുപോലെ തന്നെ അതുവഴി പോയ തീർത്ഥാടകരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. വലിയ സമയമെടുക്കാതെ തന്നെ പമ്പയിലും നിലയ്ക്കിൽ നിന്ന് പോലീസും അഗ്നിരക്ഷാസേനാ അംഗങ്ങളും അവിടെ എത്തുകയും രക്ഷാപ്രവർത്തനം ഊർജിതമായി നടപ്പിലാക്കുകയും ചെയ്തു. അതേ തുടർന്നാണ് ആദ്യം ഇവരെ നിലയ്ക്കലിലെയും പിന്നീട് എരുമേലിയിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഏകദേശം 10 മിനിറ്റിനുള്ളിൽ തന്നെ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കുകയും ചെയ്തു. നിലയ്ക്കലിലും പമ്പയിലും തന്നെ ആവശ്യത്തിന് ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഉത്സവ സമയമാണിത്. ഉത്സവത്തിന് കഴിഞ്ഞ ദിവസമാണ് നട തുറന്നത്. അതുകൊണ്ട് ഈ സാധാരണഗതിയിൽ ഉത്സവ സമയങ്ങളിൽ അധികവും എത്തുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ്. അത്തരത്തിൽ തമിഴ്നാടിലെ തീർത്ഥാടകരാണ് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ അവസാനം നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഈ ഡ്രൈവർ അതിൽ അതീവ ഗുരുതരമാണ്. മറ്റു കാലുകൾക്ക് പൊട്ടലുണ്ട്. അതുപോലെ തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കഴിയുന്ന തീർത്ഥാടകരിൽ 37 പേരാണ് പറഞ്ഞത്. അവരിൽ ചിലർക്ക് വീണ്ടും ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള ആവശ്യമായി വരും. കാരണം കാലിലെ എല്ലും കൈയിലെ എല്ലും ഒക്കെ പൊട്ടിയിട്ടുണ്ട്. അത് ശസ്ത്രക്രിയ ആവശ്യമായ ഒരു സാഹചര്യമുണ്ട്. അവരെയും വളരെ കാലതാമസമില്ലാതെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യും. അപകടം അറിഞ്ഞ ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലും എരുമേലിയിലെ ആശുപത്രിയിലും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും ഡോക്ടർമാരെ സജ്ജമാക്കി. പത്തനംതിട്ടയിലേക്ക് കോന്നി മെഡിക്കൽ കോളേജിൽ നിന്നും കൂടുതൽ ഡോക്ടർമാരെ എത്തിച്ചതിന് ശേഷം എല്ലാ സംവിധാനങ്ങളും ഒരുക്കുകയായിരുന്നു. രക്തം നൽകുന്ന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ സജ്ജമാക്കിയിരുന്നു. അതിനുശേഷം ഏകദേശം ഒരു 3 മണിയോടുകൂടിയാണ് ഈ പരിക്കേറ്റവരെ പത്തനംതിട്ടയിലേക്ക് എത്തിച്ചു തുടങ്ങിയത്. അതേസമയം ഗുരുതരമായി പരിക്കേറ്റവരെ അപകടം നടന്ന സ്ഥലത്ത് നിന്നും നേരിട്ട് തന്നെ എരുമേലി വഴി കോട്ടയത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കമലേഷ്. ബിനോയ്, ഈ മണ്ഡലകാലം കഴിഞ്ഞതിന് ശേഷം വലിയ തിരക്കില്ലാത്ത ഒരു റോഡ് തന്നെയായിരുന്നു ഇതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇപ്പോൾ വിഷുവിളക്ക് ആരംഭിക്കാൻ തുടങ്ങുന്നതോടെ വീണ്ടും തിരക്ക് വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട് ഈ റോഡുകളിൽ. ഈ അപകടം സംഭവിച്ചത് എന്ത് കാരണത്താലാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ എന്തെങ്കിലും ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അതായത് ഇലവുങ്കൽ നിന്നും എരുമേലിയിലേക്ക് പോകുന്ന ഒരു
ശബരിമല പാതയാണിത്. ഈ പ്രദേശത്ത് ഉൾവനത്തിലൂടെ കടന്നു പോകുന്ന പാത ആയതുകൊണ്ട് തന്നെ വളവുകളും തിരിവുകളും കയറ്റവും ഇറക്കവും ഒക്കെയുള്ള വഴിയാണ്. ഇവിടെ എതിർ ദിശയിൽ നിന്ന് വാഹനങ്ങൾ വരികയോ ഈ വാഹനത്തിൽ മറ്റൊരു വാഹനം വന്ന് ഇടിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോഴോ അല്ല അപകടമുണ്ടായിരിക്കുന്നത്. ഇത് ഈ ആരുടെ അതായത് ഡ്രൈവറിന്റെ ഭാഗത്ത് അശ്രദ്ധയോ അല്ലെങ്കിൽ റോഡിനെ കുറിച്ച് അറിവില്ലാത്തതോ കൊണ്ടോ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു അപകടത്തിന് വഴിവെച്ചതായിരിക്കുമെന്ന് സംശയിക്കുന്നു. കാരണം സാധാരണഗതിയിൽ ഈ പ്രദേശങ്ങളിൽ ശബരിമല തീർത്ഥാടന സമയത്തൊക്കെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ സേഫ് സോൺ എന്ന ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കാറുണ്ട്. അതിന്റെ പ്രധാന കേന്ദ്രം ഇലവുങ്കലാണ്. ഇവിടെ നിന്നും എല്ലാ സമയവും ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെയും പോലീസിന്റെയും ഒക്കെ പട്രോളിംഗ് നടക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ അല്ലെങ്കിൽ തീർത്ഥാടന കാലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അപകട സാധ്യതകളില്ല. എന്നാൽ സാധാരണഗതിയിൽ ശബരിമല ഉത്സവമാകുമ്പോഴോ അല്ലെങ്കിൽ വിഷു ഉത്സവമാകുമ്പോഴോ പട്രോളിങ്ങോ അല്ലെങ്കിൽ സേഫ് സോണോ പദ്ധതിയൊന്നും ഉണ്ടാവില്ല. പ്രധാനമായും പോലീസുകാർ തമ്പടിക്കുന്നത് പത്തനംതിട്ട, അതുപോലെ തന്നെ പമ്പ, നിലയ്ക്കൽ ഇങ്ങനെ മേഖലകളിലായിരിക്കും. എന്തായാലും ഉത്സവം കണക്കിലെടുത്ത് പമ്പയിലും അതുപോലെ നിലയ്ക്കലിലും നിരവധി പോലീസുകാരുണ്ടായിരുന്നു, വാഹനങ്ങളുണ്ടായിരുന്നു, അതുപോലെ അഗ്നിരക്ഷാസേന അംഗങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപകടമുണ്ടായ ഉടൻ തന്നെ ആളുകളെ വളരെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു. പോലീസും അഗ്നിരക്ഷാസേന അംഗങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നവരെ വളരെ വേഗത്തിൽ പുറത്തെടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തലനാരിഴയ്ക്കാണ് വലിയൊരു ദുരന്തം ഒഴിവായത് നമുക്ക് പറയാൻ കഴിയും. എന്നിരുന്നാൽ തന്നെയും ആ പരിക്ക് പറ്റിയവരുടെ കാര്യങ്ങൾക്ക് കടന്നാൽ ഏകദേശം 64 പേരുണ്ടായിരുന്ന വാഹനത്തിൽ 40 പേർക്കാണ് പരിക്കുകളും മുറിവുകളും ഒക്കെ ഉള്ളത്. മറ്റുള്ളവർക്ക് ചെറിയ ചെറിയ ക്ഷതങ്ങളൊക്കെയാണ്. ഈ പരിക്കിന്റെ പ്രശ്നം ഇതാണ്, തലയ്ക്കും കൈകാലുകൾക്കും ആണ് ഒടിവ് സംഭവിച്ചവരും കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ. ഞാൻ പറഞ്ഞില്ലേ 9 കുട്ടികളാണ് ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ക്ഷതം ഇതെല്ലാം തന്നെ ഇനി വരും കൃത്യമായി നോക്കി അവർക്ക് കൃത്യമായി ചികിത്സ നൽകണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ഇടപെട്ട് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പത്തനംതിട്ടയിൽ കഴിയുന്ന ആളുകളെ ഒരു പക്ഷേ കൂടുതൽ ചികിത്സയോ മറ്റോ അടിയന്തര സാഹചര്യമോ ഉണ്ടായാൽ അവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനാണ് ഈ നിലവിലെ തീരുമാനം. കമലേഷ്. ബിനോയ്, ഈ പരിക്കേറ്റവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ നിലവിൽ ഭയപ്പെടാൻ മാത്രം പരിക്കുള്ള ആരെങ്കിലും ഉണ്ടോ? ഈ കുട്ടികളുടെയൊക്കെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയാണ്? 2 പേരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. ബസിന്റെ ഡ്രൈവറും അതുപോലെ തന്നെ മുൻവശത്തുണ്ടായിരുന്ന ഒരു തീർത്ഥാടകനും. ഇവർ 2 പേരുടെ നിലയാണ് അല്പം ഗുരുതരമായി തുടരുന്നത്. കാരണം ബോധം ഇല്ലാത്തൊരവസ്ഥയാണ്. ബാക്കിയുള്ളവർക്കൊക്കെ പരിക്കുകളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തലയ്ക്ക് നന്നായി പരിക്കേറ്റവരുണ്ട്, അതുപോലെ കൈകാലുകൾക്ക് ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. കുട്ടികൾക്കും ഈ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ള കുട്ടിക്കും കാര്യമായ പരിക്കേറ്റിട്ടുണ്ട്, കൈകാലുകൾക്ക് ഒടിവ് സംഭവിച്ചിട്ടുണ്ട് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. എന്തായാലും ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ കൃത്യമായ ചികിത്സ നൽകുന്നതിന് വേണ്ടി സംഭവ സ്ഥലത്ത് സംഭവം നടന്ന ഉടൻ തന്നെ ദേവസ്വം മന്ത്രിയും ആരോഗ്യമന്ത്രിയും ഇടപെടുകയും ആശുപത്രികളിൽ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുകയും സജ്ജമാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും ചികിത്സ വൈകിയതായോ അങ്ങനെയുള്ള പരാതികളൊന്നും തന്നെ ഇല്ല. ഇവരെല്ലാം തന്നെ തഞ്ചാവൂർ സ്വദേശികളാണ്. സാധാരണഗതിയിൽ ഗുരുസ്വാമിമാരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സംഘമായിട്ടായിരിക്കും ഇവർ വരുന്നത്. തഞ്ചാവൂരിലെ മൈലാടി എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് ഇവരെത്തിയിരിക്കുന്നത്. ഇവരെക്കുറിച്ചുള്ള ഇവരുടെ പേര് വിവരങ്ങളൊക്കെ ഇപ്പൊ ഈ നിലവിൽ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ഗൗരവമായ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ വലിയ പരിക്കുകളോ അല്ലെങ്കിൽ അങ്ങനെ അത്തരം സംവിധാനങ്ങളോ ഒന്നും ഇല്ല. ഇവരെല്ലാം തന്നെ അതുപോലെ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന കാര്യമായി പരിക്കേൽക്കാത്തവരെ നാട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ ജില്ലാ കളക്ടറെ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പത്തനംതിട്ട ജില്ലാ കളക്ടറും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലാ പോലീസ് ചീഫും അവിടത്തേക്ക് എത്തുകയും ഈ സംഭവങ്ങളും സ്ഥിതിഗതികളും വിലയിരുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ആശുപത്രികളിലേക്ക് ആരെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഡിപ്ലോയ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ തീരുമാനിച്ചു. വളരെ വേഗത്തിലാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നത്. കമലേഷ്. ബിനോയ്, ഈ പരിക്കേറ്റ ആളുകൾ ഇപ്പോൾ ഏതൊക്കെ ആശുപത്രികളിലാണ് ഉള്ളത്? അതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? നിലവിൽ 64 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. അതിൽ 37ഓളം പേര് ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും 9 പേര് കോട്ടയം മെഡിക്കൽ കോളേജിലും ബാക്കിയുള്ളവർ എരുമേലിയിലെ 2 ആശുപത്രികളിലുമായിട്ടാണ് ഉള്ളത്. ഇവർക്കെല്ലാം ചികിത്സ നൽകുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ ഗൗരവകരമായ പരിക്കുള്ളവരുണ്ടെങ്കിൽ തന്നെ അവരെ ഉടൻ തന്നെ പത്തനംതിട്ടയിൽ നിന്നും എരുമേലിയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. അതുപോലെ ഡോക്ടർമാരുടെ ഒരു സംഘം തന്നെയാണ് ഈ മറ്റ് ആശുപത്രികളിൽ കഴിയുന്നവരെ നിരീക്ഷിച്ചു വരുന്നത്.
സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ, ശബരിമലയിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായി, ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത്, അത്തരം സംവിധാനങ്ങൾ തന്നെ ഈ അപകടത്തിന്റെ കാര്യത്തിലും ഒരുക്കിയിരുന്നു. അത് ഒരുക്കി. അത് മാത്രമല്ല, പോലീസിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും കാര്യമായ ഇടപെടൽ പലരെയും വളരെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിച്ചു, പല ജീവനുകളും രക്ഷിക്കാനും സഹായിച്ചു. കമലേഷ്, ബിനോയ്, ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ഇലവുങ്കൽ ഈ പാതയിൽ ഗതാഗതം തടഞ്ഞിരുന്നു. ഇപ്പോൾ ഗതാഗതം പുനരാരംഭിച്ചിട്ടുണ്ടോ? അപകടം കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ, അതായത് രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ആ മേഖലയിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നത്. ഗതാഗതം തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, കാരണം ഈ ആളുകളെ വളരെ വേഗത്തിൽ എരുമേലിയിലേക്കും കോട്ടയത്തേക്കും കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ പോകുന്ന ആംബുലൻസുകൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അത്തരത്തിൽ ഗതാഗതം 1 മണിക്കൂർ സമയത്തേക്ക് നിർത്തിവെപ്പിച്ചിരുന്നത്. ഈ ആളുകളെ മുഴുവൻ, അല്ലെങ്കിൽ പരിക്കേറ്റവരെ മുഴുവൻ വിവിധ ആശുപത്രികളിൽ എത്തിച്ചതിന് ശേഷം ഗതാഗതം പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്തു. മാത്രമല്ല, വാഹനം ഉയർത്തി മാറ്റി. ഇതിനാൽ വീണ്ടും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ആ വാഹനത്തിൽ പരിശോധന നടത്തി. അതുപോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം എന്താണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിന് വഴിവെച്ചത്? കാരണം ഈ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് ഈ കണമല ഭാഗത്താണ്, അതേ എരുമേലിയിൽ നിന്നും കണമല വഴി ഇലവുങ്കിലേക്ക് വരുന്ന ഭാഗത്താണ് സാധാരണഗതിയിൽ ആ കുത്തിറക്കത്താണ് അപകടം ഉണ്ടായത്. ഇവിടെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു അപകടത്തിന് വഴിവെച്ചത്? ഇത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ മോട്ടോർ വാഹന വകുപ്പും പോലീസും പരിശോധിക്കുന്നുണ്ട്. ബിനോയ്, സമഗ്രമായ വിവരങ്ങളാണ് ബിനോയ് നൽകിയത്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് ഇലവുങ്കലിന് സമീപം അപകടത്തിൽപ്പെട്ടു. താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയ തഞ്ചാവൂർ സ്വദേശികൾക്കാണ് അപകടമുണ്ടായത്. ഇവർക്കാർക്കും ഗുരുതരമായ പരിക്കില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഡ്രൈവറും മറ്റൊരു തീർത്ഥാടകനും അല്പം കൂടുതൽ പരിക്കുണ്ട്. ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇലവുങ്കൽ വാഹനാപകടത്തിൽ മോട്ടോർ വാഹന വകുപ്പിനോട് റിപ്പോർട്ട് തേടി ഹൈക്കോടതി. MVD എൻഫോഴ്സ്മെന്റ് ഓഫീസിനോടാണ് ദേവസ്വം ബെഞ്ച് റിപ്പോർട്ട് തേടിയത്. വിഷയം ഹൈക്കോടതി നാളെ പരിഗണിക്കും.